ഹായ് മക്കളെ, നമസ്കാരം. ഫാൽക്കണസ് PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഈ ശനിയാഴ്ച നടന്ന വാച്ച്മാൻ, പിയോൺ തുടങ്ങിയ പരീക്ഷകളുടെ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയുടെ 20 മാത്സ് ആൻഡ് മെന്റലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. എന്നാൽ ചിലത് ഇത് ചിന്തിച്ചൊക്കെ ചെയ്യണമായിരുന്നു, വലിയ കാര്യമൊന്നും ഇല്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോക്കിയിരിക്കണം. കാരണം എന്താണെന്നറിയാം, വരാൻ പോകുന്ന കമ്പനി ബോർഡ്, LGS പോലുള്ള പരീക്ഷകൾക്ക് ഈ മോഡലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ റീസെന്റ് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഒരേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലയിടത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നത് കാണാം. അതുകൊണ്ട് നിങ്ങൾ ഇതെന്നല്ല, തുടർച്ചയായിട്ടുള്ള ഏതൊക്കെ പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാ മാത്സ് ആൻഡ് മെന്റലിറ്റി എല്ലാ ടോപ്പിക്കും നോക്കണം. പ്രത്യേകിച്ച് മാത്സ് ആൻഡ് മെന്റലിറ്റിയുടെ വലിയ പാടൊന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാമെങ്കിൽ 20ൽ 20 മാർക്കും സ്കോർ ചെയ്യാം. 20 മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിന്റെ ഒരു പരീക്ഷയിൽ 20 മാർക്ക് സ്കോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് എത്ര റേഞ്ച് കയറും എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പലരും GK പ്രാധാന്യം കൊടുത്ത് പഠിക്കുമ്പോൾ GKക്കകത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാലും അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്സിനകത്ത് 20 മാർക്ക് ഫുള്ള് സ്കോർ ചെയ്തുകൊണ്ട് നല്ല ടോപ്പ് റാങ്കിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇനി നിർന്ന സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓരോരോ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നോണ്ടേ ഇവിടെ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ തന്നിട്ട് ശേഷം ഒരു -6 + 5 ഓക്കെ ഡിവൈഡഡ് ബൈ -2 + 1. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. കാര്യമൊന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാൻ പോവാ. ഇത് -6ഉം ഇത് +5 ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, വലുതെത്ര 6, ചെറുതെത്ര 5. 6ൽ നിന്ന് 5 കുറച്ചാൽ 1 കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. വലുതിന്റെ ചിഹ്നം 6, അതിന്റെ ചിഹ്നം മൈനസ് ആണ്, മൈനസ് കൊടുത്ത് ഒന്നാമത്തെ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. മനസ്സിലായി? ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. വലുത് 6 ആണ്, ചെറുത് 5 ആണ്. 6ൽ നിന്ന് 5 കുറച്ചപ്പോൾ 1 കിട്ടി, വലുതിന് മൈനസ് ആയിട്ട് മൈനസ് കൊടുത്തു. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡിവൈഡഡ് ബൈ ഹരണത്തിന്റെ ചിഹ്നം കൊടുത്തു. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു -2 + 1 ആണ്. ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. വലുതെത്ര 2, ചെറുതെത്ര 1. 2ൽ നിന്ന് 1 കുറച്ചാൽ 1 കിട്ടത്തില്ലയോടോ? 1 കിട്ടും. വലുതിന്റെ ചിഹ്നം മൈനസ് ആയിട്ട് -1. ഓക്കെ, -1നെ -1 കൊണ്ട് ഹരിക്കുന്നില്ലേ? -1 ഡിവൈഡഡ് ബൈ -1. മൈനസ് മൈനസോടെ പ്ലസ് ആയിപ്പോ 1നെ 1 വെച്ച് ഹരിച്ചാൽ 1 കിട്ടും. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ A ഓപ്ഷൻ ആണ്. +1 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ -1 ഡിവൈഡഡ് ബൈ -1. മൈനസ് ബൈ -1 വെച്ചാൽ പ്ലസ് ആവും. 1നെ 1 വെച്ച് ഹരിച്ചാൽ 1 കിട്ടും. +1 ആണ്. ഒരിക്കലും -1 ആൻസർ കറപ്പിക്കരുത്. ആൻസർ +1 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ ആണ്. നമുക്ക് നേരെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. ഏതാണ് സംഖ്യ? ഓക്കെ ആണല്ലോ. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോട് ഈ ഇടയ്ക്ക് നടന്ന ഒരു പരീക്ഷയ്ക്ക് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ, നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഇതേ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ 1/2 ഒരു സംഖ്യയുടെ അംശത്തോട് 1 കൂട്ടിയപ്പോൾ 1/2 കിട്ടി. ഛേദത്തോടുകൂടി 1 കൂട്ടിയപ്പോൾ അംശത്തോടുകൂടി 1 കൂട്ടിയപ്പോൾ 1/2 കിട്ടി. ഓക്കെ, അതേപോലെ ഛേദത്തിനോടുകൂടി 1 കൂട്ടിയപ്പോഴും നമുക്ക് എന്തിട്ട് 1/3 കിട്ടി. എങ്കിൽ സംഖ്യ എത്ര എന്നല്ലേ, സംഖ്യ ഏതാന്നല്ലേ ചോദിച്ചേക്കുന്നത്. 1/3 കിട്ടി എങ്കിൽ സംഖ്യ എത്ര? ഓക്കെ ആണല്ലോ. സംഖ്യ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്താൽ ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഓപ്ഷൻ ഏത് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു. ഓപ്ഷൻ നമുക്ക് അങ്ങ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് നമുക്ക് എന്താ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ 4/1 4/10 ആണല്ലോ. ഇവിടെ നമുക്ക് നോക്കാം, അംശത്തോടുകൂടി 1 കൂട്ടി. അംശം എന്ന് പറയുന്ന നമ്പർ മേളാണ് അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. ഇതിനോട് ഞാൻ 1 കൂട്ടുക. 1 കൂട്ടി, അംശത്തോട് 1 കൂട്ടുക. അപ്പൊ ഛേദത്തിനകത്ത് ഒന്നും ചെയ്യരുത്. 1 കൂട്ടി നമുക്ക് ലഘൂകരിക്കാം. അപ്പൊ 4 കൂടുമ്പോൾ 5, 5/10 ലഘൂകരിക്കാം. വെട്ടി ചെറുതാക്കുക. 5-നകത്ത് 5 പ്രാവശ്യം, 10-നകത്ത് 1 പ്രാവശ്യം, 1/2. ഓക്കെ, അത് ശരിയാണ്. അംശത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോ 1/2 കിട്ടും എന്ന് പറഞ്ഞ് 1/2 കിട്ടി. ഇനി എന്താണ്, ഛേദത്തോടുകൂടി 1 കൂട്ടിയിട്ട് ലഘൂകരിക്കുമ്പോൾ നമുക്ക്
കിട്ടേണ്ടത് 1/3. ഛേദം എന്ന് പറയുന്നത് ഇവിടെ സംഖ്യ എന്ന് പറഞ്ഞാൽ 4/10. ഛേദം 10, 10നോട് 1 കൂട്ടി, 10നോട് 1 കൂട്ടിയപ്പോൾ 4/11 കിട്ടിയത്. നമുക്ക് 1/3 ആണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ, ഈ ഓപ്ഷൻ തെറ്റാണ്, ഈ ഓപ്ഷൻ തെറ്റാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ഓരോ ഓപ്ഷനകത്ത് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 3/10 അംശത്തോട് 1 കൂട്ടാം. അംശത്തോട് 1 കൂട്ടുമ്പോൾ 3 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 4, 4/10 വെട്ടി ചെറുതാക്കാം. വെട്ടി ചെറുതാക്കുമ്പോൾ ഈ 2 4, I 2 10, 2/5 കിട്ടും. നമുക്ക് കിട്ടേണ്ടത് 1/2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്, രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്. നമ്മൾ ഓരോ ഓപ്ഷൻ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതും തെറ്റാണ്. ഓക്കെ ആണ്. അടുത്ത സി ഓപ്ഷൻ നോക്കാം. 2/3. 2/3 ഈ അംശത്തോടു കൂടി ഞാൻ അംശത്തോടു കൂടി 1 കൂട്ടുക. അംശത്തോടു കൂടി 1 കൂട്ടുമ്പോൾ 2 കൂടെ 1 കൂട്ടുമ്പോൾ 3, 3/3. 3/3 വെച്ചാൽ 1 കിട്ടും. അപ്പോഴും നമുക്ക് 1/2 കൊണ്ട് എടുത്ത് 1 കിട്ടിയ ഈ ഓപ്ഷനും തെറ്റാണ്. ഓക്കെ ആണല്ലോ? നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. 3/4. 3/4 അംശത്തോടു കൂടി 3/8. 3/8 അംശത്തോടു കൂടി ഞാൻ 1 കൂട്ടുക. അംശത്തോടു കൂടി 1 കൂട്ടുമ്പോൾ 3 + 1 വെച്ചാൽ 4, 4/8. വെട്ടി ചെറുതാക്കാലോടെ, വെട്ടി ചെറുതാക്കാം. 4നകത്ത് 4 പ്രാവശ്യം, 8നകത്ത് 2 പ്രാവശ്യം, 1/2 എന്ന് കിട്ടും. 1/2 ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1/2. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ഇവിടെ 3/8 ഛേദത്തോടു കൂടി 1 കൂട്ടാം. ഛേദം ഡിനോമിനേറ്റർ 8, 8ന്റെ കൂടെ ഞാൻ 1 കൂട്ടി. ഓക്കെ, അപ്പൊ നോക്കിയേ 3/9. 3/9 അപ്പൊ 3 മേലെ 9, 8 ഒന്നുകൂടെ കൂടുമ്പോ 9 വെട്ടി ചെറുതാക്കാം. 1 3 3 3 9 1/3 കിട്ടി. ഛേദത്തോടു കൂടി 1 കൂട്ടിയപ്പോൾ 1/3 കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാ കണ്ടീഷനും ഓക്കെ ആണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ഓപ്ഷൻ, ഡി ഓപ്ഷൻ ആണ്. എത്രയാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ? 3/8 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. അംശത്തോടു കൂടി 1 കൂട്ടി, അംശത്തോടു കൂടി 1 കൂട്ടി ലഘൂകരിച്ചു. അംശം എത്ര? 3. 3നോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോ 4/8 വെട്ടി ചെറുതാക്കുമ്പോൾ 1/2 കിട്ടി. ഇനി ഛേദത്തോടു കൂടി 1 കൂട്ടി. അംശത്തോട് 1 കൂട്ടാൻ പറയുമ്പോൾ ഛേദത്തിലൊന്നും ചെയ്യരുത്. ഛേദത്തോടു കൂടി 1 കൂട്ടാൻ പറഞ്ഞാൽ അംശത്തിനകത്ത് ഒന്നും ചെയ്യരുത്. അംശം ഇവിടെ എന്ന് പറയുന്നത് 3 ആണ്. ഛേദത്തോട് 1 കൂട്ടി 8 + 1 9, 3/9 1/3 എന്നുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമയം കളയണ്ട, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 3/5 പ്ലസ് 1/5 മൈനസ് 3/10 ഇൻറ്റു 36/45 ഡിവൈഡഡ് ബൈ 16/5. ഓക്കെ, ഇതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ബോട്ട് മാസ് പ്രകാരം ബ്രാക്കറ്റ് ഓപ്പറേഷൻ, ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇതാണ് ബോട്ട് മാസ്, ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ഓപ്പറേഷൻ അങ്ങ് നടത്താം. ബ്രാക്കറ്റ് ഓപ്പറേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 10 ഛേദങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഭിന്നസംഖ്യ കൂട്ടാനും കുറയ്ക്കാനും വന്നേക്കുക. ഭിന്നസംഖ്യകൾ വ്യത്യസ്തമായിട്ടുള്ള ഛേദങ്ങൾ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? വ്യത്യസ്ത ഛേദമാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം 5 5 കൂടെ എടുത്തുകൊണ്ട് 3 ഒന്നുകൂടെ കൂടുമ്പോൾ 4/5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അതിനെക്കാട്ടിലും ഞാനിത് എല്ലാം ഒറ്റ സ്റ്റെപ്പിലേക്ക് ഈ 2 5 10, ഈ 2 5 10ന്റെ എൽസിയം എന്ന് പറഞ്ഞാൽ 10 ആണ്. 2 5 10 ഇവിടെ എൽസിയം എന്ന് വെച്ചാൽ 10 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ചെയ്ത് മാറ്റുവാണ്. ഓക്കെ, 2 5 5 5 5 10, 5 5 10ന്റെ എൽസിയം, 5ന്റെയും 10ന്റെയും എൽസിയം എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഈ 3/5, ഈ 5നെ ഛേദമായ 5നെ എൽസിയമായ 10 ആക്കണം. 5നെ 10 ആക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അതേ 2 കൊണ്ട് തന്നെ മേളിലും ഗുണിക്കണം. പ്ലസ് 1/5, ഈ 5നെയും എൽസിയമായ 10 ആക്കണം. എൽസിയമായ 10 ആക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അതേ 2 കൊണ്ട് തന്നെ മേളിലും ഗുണിക്കണം. ഓക്കെ ആണല്ലോ? മൈനസ് 3/10 ഇൻറ്റു ഓക്കെ ആണല്ലോ? ഇപ്പുറത്ത് ഒരു 36 ഡിവൈഡഡ് ബൈ 45. ഓക്കെ, ബ്രാക്കറ്റിന് ഉള്ളിലുള്ള പരിപാടി നമ്മൾ ഇവിടെ ചെയ്ത്. ഓക്കെ, ഇത് തീർന്നിട്ടില്ല, ബ്രാക്കറ്റ് പൊളിച്ചിട്ടില്ല. നമുക്ക് ഇപ്പുറത്ത് വേറെ പരിപാടി ചെയ്യാം. ഇവിടെ ഹരണം, ബ്രാക്കറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഹരണമാണ്. ബ്രാക്കറ്റ് ഓഫ് ഇല്ല, പിന്നെ ഡിവിഷൻ ആകുമ്പോൾ എന്താ? ഇത് ഹരിക്കാനുള്ള ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുക.
ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ എന്താണ് ഇത് എന്താണ് ഇവിടുത്തെ ഹരണമാണ് ഹരണം ഹരിക്കാൻ വന്നാൽ ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുന്ന റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻഡു ചെയ്യണം. അപ്പൊ ഞാൻ തിരിച്ചിടുമ്പോൾ 5 മേളിലും പോയി 16 താഴെ മൂന്ന് നമ്മൾ ഇൻഡു ചെയ്തു. ഓക്കെ, ഈ ഭാഗം അവിടെയും ചെയ്തു വെച്ചു. ഇതാ ഇവിടെ ബ്രാക്കറ്റ് ബാക്കി ക്ലോസ് ചെയ്യാൻ പോവാം നമ്മൾ. ഓക്കെ, 3 ഗുണം 2 ഗുണം 3 6 ഡിവൈഡഡ് ബൈ 10 പ്ലസ് ഒരു 3 ഡിവൈഡഡ് ബൈ 10 മൈനസ് ഓക്കെ അല്ല സോ 3 അല്ല 2 ആണേ 2 ഡിവൈഡഡ് ബൈ 10 മൈനസ് 3 ഡിവൈഡഡ് ബൈ 10 ഓക്കെ ആണല്ലോ. ഇൻഡു ഇവിടെ ഉണ്ട് 36 ഡിവൈഡഡ് ബൈ 45 ഇൻഡു എത്ര 5 ഡിവൈഡഡ് ബൈ 16 ഓക്കെ ആണല്ലോ. ഇവിടുത്തെ ഭിന്നസംഖ്യയിൽ ഛേദങ്ങളെല്ലാം തുല്യമാണ്. ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ പൊതുവായിട്ട് ഛേദം എടുത്തുകൊണ്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടാനാന്നേ കൂട്ടാം കുറയ്ക്കാനാന്നേ കുറയ്ക്കാം. ഓക്കെ, 6 2 കൂടെ കൂടുമ്പോൾ 8 8 3 കുറയ്ക്കുക. 8 3 കുറച്ച് എത്ര ഇട്ടോ 8 3 കുറച്ചാൽ 5 കിട്ടും. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. കണ്ടത് ഇത്രയും കാര്യമുള്ളൂ. ഇത്രയും കാര്യം ആലോചിക്കുക. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി ഇവിടുത്തെ ഛേദങ്ങളെല്ലാം തുല്യമാണ്. അപ്പൊ പൊതുവായിട്ട് ഛേദം എടുക്കുക. എന്നിട്ട് അംശം 6 2 കൂടെ കൂട്ടുക 8 8 നിന്ന് 3 കുറയ്ക്കുക. നമ്മൾ യഥാർത്ഥം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഛേദം തുല്യമാണെങ്കിൽ പൊതുവായിട്ട് ഛേദമായ 10 എടുത്തോളം മേളിൽ കിടക്കുന്ന 6 2 കൂടെ കൂട്ടി അതിനുശേഷം 3 കുറയ്ക്കുക ചെയ്യുന്നു. അപ്പൊ അതെന്ത് ചെയ്യും? കണ്ടേ 6 2 8 8 മൈനസ് 3 ഡിവൈഡഡ് ബൈ 10 8 3 കുറച്ച് 5 ഡിവൈഡഡ് ബൈ 10 ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ഞാൻ ഒറ്റയടിക്കങ്ങ് ചെയ്തങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ ഇവിടുത്തെ ബ്രാക്കറ്റ് പൊളിച്ചു കഴിഞ്ഞ് ഇവിടുത്തെ 10 നമ്മൾ കോമൺ ആയിട്ട് എഴുതി. 6 2 കൂടുമ്പോൾ 8 8 3 കുറച്ചപ്പോൾ 5 കിട്ടി. ഇത് കുറച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് പൊളിച്ച ഉടനെ ഇൻഡു കൊടുക്കണം, ഗുണനച്ചിഹ്നം കൊടുക്കണം. എന്നിട്ട് വെളിയിലുള്ള എത്ര 36 ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടത്തില്ലയോടെ. ഇനി വെട്ടാൻ പറ്റുന്ന എല്ലാം അങ്ങ് വെട്ടാൻ പറ്റുന്ന എല്ലാം വെട്ടാം. നമുക്ക് 9 വെച്ച് വെട്ടാം. 9 വെച്ച് വെട്ടുമ്പോൾ എന്നിട്ട് 4 9 36 I 9 45 4 36 I 9 45 ഓക്കെ ആണല്ലോ. ഈ 5ഉം ഈ 5 കൂടെ ക്യാൻസൽ ആയി പോയല്ലോ. ഓക്കെ, ഇവിടെ വെട്ടാം. 1 4 4 4 16 ഇനി വെട്ടാം. ഇവിടെ 1 5 5 ഈ 5 10 ഈ 5 10. ഇനി മേളത്തെ എല്ലാം വെട്ടിപ്പോയി. മേളിലൊന്നും ഒന്നുമില്ല എങ്കിൽ ഒന്നുമില്ലെങ്കിൽ മേളിൽ 1 കൊടുക്കും, ഒന്നുമില്ലെങ്കിൽ 1 എന്ന് കൊടുക്കണം. ഇനി ഇവിടെ എന്തുണ്ട്? ഒരു 2 ഉണ്ട്, ഒരു 4 ഉണ്ട്. ഈ 2 4 കൂടെ ഗുണിക്കുക, താഴത്തെ ഗുണിക്കുക. 4 2 ഗുണം 4 എന്ന് വെച്ചാൽ 8 എന്ന് കിട്ടും. ആൻസർ 1/8 ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒറ്റ കാര്യം ആലോചിക്കുക. ആദ്യം ബ്രാക്കറ്റ് പൊളിക്കുക. ഇവിടുത്തെ വ്യത്യസ്ത ഛേദങ്ങൾ വന്നത് കൊണ്ട് ഇവിടുത്തെ എല്ലാം 5 10 അതിന്റെയും എൽസിയം കാണുക. എൽസിയം എന്ന് വെച്ചാൽ 10 കിട്ടും. 10 കിട്ടിക്കഴിഞ്ഞാൽ ഈ എൽസിയം ഛേദം 10 ആക്കാൻ 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആവും. അതേ 2 കൊണ്ട് മേളിലും. ഈ 5നെ 10 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം, അതേ 2 കൊണ്ട് മേളിലും ഗുണിക്കണം. താഴെ 10 ആക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തന്നെ. അപ്പൊ 23 6/10 2/10 3/10 ഛേദങ്ങൾ തുല്യമായിട്ട് പൊതുവായിട്ട് ഛേദമായ 10 എടുത്തുകൊണ്ട് അംശങ്ങൾ കൂട്ടേണ്ടടുത്ത് കൂട്ടണം. 6 2 കൂടുമ്പോൾ 8 പിന്നെ 8 3 കുറയ്ക്കുമ്പോൾ എത്ര 5 5/10 കുറച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, ബ്രാക്കറ്റ് പൊളിക്കുക. ഇവിടെ ഹരണ ചിഹ്നം മാറ്റാൻ തിരിച്ചിട്ട് ഗുണിക്കുക. തിരിച്ചിടുമ്പോൾ ഗുണനച്ചിഹ്നമായി 5 മേളിലും പോയി 16 താഴെ വന്നു. അപ്പൊ എത്ര 5/10 ഇൻറ്റു 36/45 ഇൻറ്റു 5/16 എന്ന് കിട്ടി. ഇനി നമുക്ക് വെട്ടുമ്പോൾ നമുക്ക് എത്ര വെച്ച് വെട്ടാം? ഞാൻ ഇവിടെ വെട്ടിയത് 9 വെച്ച് 4 9 36 I 9 45 ഈ 5 5 കൂടെ ക്യാൻസൽ ആയി പോയി. അടുത്ത നമ്മൾ 5 വെച്ച് വെട്ടുമ്പോൾ 1 5 5 ഈ 5 10 ഇവിടെ മേളത്തെ എല്ലാം ക്യാൻസൽ ആയി പോയി. പോയി കഴിയുമ്പോൾ മേളിൽ ഒന്നുമില്ലെങ്കിൽ 1 എന്ന് കൊടുക്കുക. 2 ഗുണം 4 എന്ന് വെച്ചാൽ 8 1/8 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1/8 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 സംഖ്യകളുടെ ഗുണനഫലം 216ഉം ഉസാഗ 6 ലസാഗു എത്ര? മനസ്സിലായി? 2 സംഖ്യകളുടെ ഗുണനഫലം 216. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻസിനകത്തൊക്കെ ഈ ക്ലാസ്സൊക്കെ ഇതിനകത്ത് നമ്മൾ ചെയ്ത പല ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻസിനകത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആപ്പിനകത്ത് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. LCM ആൻഡ് HCF എടുക്കുന്ന ഭാഗത്ത് നമ്മൾ LCM ആൻഡ് HCF ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 216. അവിടെ HCF 6 സംഖ്യ. അപ്പൊ ഒന്നാമത്തെ സംഖ്യ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു LCM ഇൻറ്റു HCF എന്ന ഒരു ഇക്വേഷനാണ്. ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ തമ്മിൽ ഗുണിക്കുന്നതും അവയുടെ LCM HCF തമ്മിൽ ഗുണിക്കുന്നതും ഒരേ ഉത്തരം തന്നെ ആയിരിക്കും. 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് അവയുടെ LCM HCF തമ്മിൽ ഗുണിക്കുന്നത് ഒരേ ഉത്തരം തന്നെ ആയിരിക്കും. ഓക്കെ, ഉദാഹരണം നോക്കാം. സംഖ്യകൾ 10 15 2 സംഖ്യ. അവിടെ LCM എന്ന് കാണും ഞാൻ. 5 വെച്ച് വരച്ചു.
25 10 3 5 15. ഇവയുടെ LCM എന്ന് പറയുന്നത് 5 × 2 × 3 30. LCM 30 കിട്ടി. ഇവിടെ HCF എടുക്കുക. HCF എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വരുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ, 5 എന്ന് കിട്ടി. LCM ഇത് എല്ലാവരുടെ അടുത്താണ് ഗുണിക്കുന്നത്, HCF സൈഡ് വരുന്ന മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം സംഖ്യകൾ എത്രയ്ക്കാ? 10ഉം 15 ഇല്ലയോ? 10ഉം 15ഉം തമ്മിലെന്ന് ഗുണിച്ചേ. 10ഉം 15ഉം ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 150. സംഖ്യകൾ 10ഉം 15ഉം ഗുണിച്ചപ്പോൾ 150 കിട്ടി. ഓക്കെ ആണല്ലോ. അവിടെ LCM എന്ന് വെച്ചാൽ 30 ആണ്, HCF എന്ന് വെച്ചാൽ 5 ആണ്, ഗുണിച്ചപ്പോഴും 150 കിട്ടി. മനസ്സിലായോ? സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോഴും 150 കിട്ടി, അവിടെ LCM HCF തമ്മിൽ ഗുണിച്ചപ്പോഴും 150 കിട്ടി. ക്ലിയർ ആവുന്നുണ്ട്? എന്ന് വെച്ചാൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും അവയുടെ LCM HCF തമ്മിൽ ഗുണിക്കുമ്പോഴും ഒരു ഉത്തരം തന്നെ കിട്ടത്തുള്ളൂ. ഈ തുല്യമായിട്ടുള്ള ഉത്തരമായിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, രണ്ട് സംഖ്യകൾ ഗുണിക്കുന്ന ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ഗുണിക്കുന്നത്, ആ ഗുണിക്കുന്നതാണ് എത്ര? 216 ഈക്വൽ ടു അവയുടെ ഉസാഗയാണ് നമുക്ക് തന്നേക്കുന്നത്. ഉസാഗ മീൻസ് HCF ആണ് തന്നേക്കുന്നത് എങ്കിൽ അവയുടെ ലസാഗു എത്ര? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ LCM നമുക്ക് അറിയത്തില്ല, LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. HCF ഉസാഗ അല്ലെങ്കിൽ ഉത്തമ സാധാരണ ഘടകം എന്നൊക്കെ പറയും, അതവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കണമെങ്കിൽ 6 ഇവിടെ ഗുണിച്ചേക്കുക, ഇപ്പുറത്ത് വരുമ്പോ ഹരിക്കണം. 216 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു LCM എന്നിട്ട് 216നെ 6 വെച്ചിരിക്കുക. ഇവിടെ ഓക്കെ, 1 6 3 6 18 ശിഷ്ടം 6 36 36 × 6 ആണ് 216. LCM എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. LCM എത്ര കിട്ടുമോ? 36 എന്ന് കിട്ടും. A ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. A ഓപ്ഷൻ ആണ്, 36 ആണ് ഇതിന്റെ LCM ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് സാധാരണ ചെയ്യുന്നു. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലവും അവിടെ LCM തന്നാൽ HCF കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഗുണനഫലത്തെ ബൈ എന്താ LCM എന്ന് പറയുന്നതായിരിക്കും HCF എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? HCF. അതേപോലെ തന്നെ ഗുണനഫലത്തെ HCF കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? LCM കിട്ടും. മനസ്സിലായി? സംഖ്യകളുടെ ഗുണനഫലത്തെ LCM കൊണ്ട് ഹരിച്ചാൽ HCF കിട്ടും, ഗുണനഫലത്തെ HCF കൊണ്ട് ഹരിച്ചാൽ LCM കിട്ടും. അപ്പൊ ഇവിടെ ഗുണനഫലം എത്ര? 216. HCF എത്ര? 6. HCF കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നത്? LCM ആ കിട്ടുന്നത്. ഇക്വേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യാം, പല രീതിയിലും ചെയ്യാം. ഇത് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ചുമ്മാതൊരു സംഖ്യ 10 15 രണ്ട് സംഖ്യ ചുമ്മാ ഇട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ ചെയ്താലും മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒരു സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വില കാണോ? നോക്കിയേ, വില കാണാം. നമുക്ക് നോക്കിയേ. √256 ഡിവൈഡഡ് ബൈ 6400 ഇൻറ്റു √25 ഡിവൈഡഡ് ബൈ 7056. ഓക്കെ, 7056. ഓക്കെ ആണല്ലോ? യെസ്. ഇതിനകത്ത് 256ന്റെ റൂട്ട് 256ന്റെ റൂട്ട് എത്രയാണെന്ന് വെച്ചാൽ 16 ആണ്. 16 × 16 ആണ് 256. അപ്പൊ 256ന്റെ റൂട്ട് സ്ക്വയർ റൂട്ടാണ് അടക്കം, അതിന്റെ റൂട്ട് എടുക്കണം. 256 റൂട്ട് എന്ന് വെച്ചാൽ 16 ബൈ 64ന്റെ റൂട്ട് എടുക്കണം. 64ന്റെ റൂട്ട് ഈ 64 എന്ന് വെച്ചാൽ 64 ഇൻറ്റു 100 ആണ് 6400. അപ്പൊ 64ന്റെ റൂട്ട് എന്ന് വെച്ചാൽ ഈ 64ന്റെ റൂട്ട് എത്ര? 8 ആണ്. 8 × 8 ആണ് 67. അപ്പൊ 67ന്റെ റൂട്ട് 8 ആണ്. 100 × 10 × 10 അല്ലേ 100. അപ്പൊ 100ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 10. അപ്പൊ എന്താ? 2 പൂജ്യത്തിൽ നിന്ന് 1 പൂജ്യം എടുത്താൽ മതി. 2 പൂജ്യത്തിൽ നിന്ന് 1 പൂജ്യം എടുത്താൽ 10 × 10 ആണ് 100. 100ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 10 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതുണ്ട് ഇവിടെ ഇതിന്റെ റൂട്ട് 8 കിട്ടും, ഇതിന്റെ റൂട്ട് എത്ര? 10 കിട്ടും. 8 8 80. അങ്ങനെയാണ് ഈ 80 എന്ന് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. ക്ലിയർ ആയല്ലോ? ഇനി ഇൻറ്റു 25ന്റെ റൂട്ട് എത്ര? 5 എന്നുണ്ട്. 25ന്റെ റൂട്ട് 5. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് 7056ന്റെ റൂട്ടാണ് ഇച്ചിരി. ഒന്നുകിൽ അത് കാണാതെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇത് ഫാക്ടറൈസ് ചെയ്ത് റൂട്ട് കണ്ടുപിടിക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി എടുത്ത് കണ്ടുപിടിക്കുന്ന രീതിയോ, ആ രീതി പല രീതി അപ്ലൈ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 70 എന്ന് പറയുന്ന സംഖ്യക്ക് തൊട്ട് താഴെ വരുന്ന സ്ക്വയർ റൂട്ട് ഏതാന്ന് നോക്കണം. അതിന്റെ 66 സ്ക്വയർ റൂട്ട്, അതിന്റെ 8 എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പുറത്ത് വരുന്നത് എത്ര? ഈ 6 അവസാനം വരാൻ സാധ്യതയുള്ള രണ്ട് സംഖ്യകൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 4 ആണ് 6 ആണ്. ഓക്കെ ആണല്ലോ?
ആ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിലേക്ക് പോവുക. അല്ലെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് റൂട്ട് എടുക്കുക. ഞാൻ ഈ 7000 സമയമില്ല, നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു. 7056 റൂട്ട് എന്ന് വെച്ചാൽ 84 വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അങ്ങനെ വേണ്ടി ചെയ്യാം. ഈ 84 വരും. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വെട്ടിച്ചെറുതാക്കാം. വെട്ടിച്ചെറുതാക്കുമ്പോൾ എത്ര 80നെ 16 വെച്ചിരിക്കാം. ഒരു 16 5 16 ആണ് 80. ഒരു 16 5 16 ആണ് 80. ഈ 5ഉം ഈ 5ഉം കൂടെ ക്യാൻസൽ ആയി പോകും. 1 കിട്ടും. 1/84 എന്ന് കിട്ടും. 1/84. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ സി ഓപ്ഷൻ ആണ് ആൻസർ. 1/80. ഇത് റൂട്ട് കാണാൻ പല പല ട്രിക്കുകളുണ്ട്. 3-4 ട്രിക്കുകളുണ്ട് ഇതിന്റെ റൂട്ട് കാണുന്ന. ഡയറക്റ്റ് ഹരിച്ച് ചെയ്യുന്നതും ക്രോസ് ചെയ്ത് അല്ലാതെ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്ന ട്രിക്ക് ഉണ്ട്, അല്ലെങ്കിൽ 2 സംഖ്യ വെച്ച് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ കാണാതെ പിടിക്കുന്നത്. എല്ലാവിടെ നമ്മൾ പറയുന്നില്ല. തൽക്കാലം ഞാൻ എൻ്റെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാര്യം പറഞ്ഞു പോവാ. 84ന്റെ 7056ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 84 ആണ്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വെട്ടുക. 16 84 5 പ്രാവശ്യം, ഒരു 5 5 വെട്ടിപ്പോവാ. 1/84 എന്ന് കിട്ടും. 84 1/84 ആണ്. ഇതിന്റെ 1/84 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സി ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യാപാരി ഒരു മേശ 800 രൂപയ്ക്ക് വാങ്ങി 960 രൂപയ്ക്ക് വിൽക്കുന്നു. ലാഭ ശതമാനം എത്ര? ഒരു വ്യാപാരി അയാളുടെ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 800 രൂപയാണ്. ഓക്കെ, വിൽക്കുന്ന വില, വിറ്റ വില എന്ന് പറഞ്ഞാൽ 960 രൂപ. 800 രൂപയ്ക്ക് വാങ്ങിയ സാധനം 960 രൂപയ്ക്ക് വിറ്റാൽ ലാഭം. 800 രൂപയ്ക്ക് വാങ്ങിയ സാധനം 960 രൂപയ്ക്ക് വിറ്റാൽ ലാഭം കിട്ടും. അത് എത്രയാണെന്ന് വെച്ചാൽ 160 രൂപയാണ് ലാഭം. മനസ്സിലായല്ലോ? ലാഭം എന്ന് പറയുന്നത് 160 രൂപയാണ്. മനസ്സിലായല്ലോ? 800 രൂപയ്ക്ക് വാങ്ങിക്കുക, 960 രൂപയ്ക്കുമ്പോൾ 160 രൂപയാണ് ലാഭം. ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലിക്കേഷൻ ഉണ്ട്. ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലിക്കേഷൻ എന്ന് വെച്ചാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലിക്കേഷൻ എന്താണ്? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലിക്കേഷൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്ര രൂപയാ? ലാഭം എന്ന് പറയുന്നത് 160 രൂപയാണ് ലാഭം. ബൈ വാങ്ങിയ വില എത്രയാണ്? 800 രൂപയാണ്. 800 ഇൻറ്റു 100 ആണ്. മനസ്സിലായല്ലോ? ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലിക്കേഷൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ഓക്കെ ആണല്ലോ? ഈ 2 പൂജ്യവും 2 പൂജ്യവും നമുക്ക് വെട്ടിക്കളയാം. 1 8 2 16 2 0 20. ആൻസർ എത്ര? 160 8 വെച്ചിരിക്കുമ്പോൾ 20 എന്ന് കിട്ടും. 20% ലാഭമാണ്. എത്ര ശതമാനമാണ്? 20% ലാഭമാണ്. നമ്മുടെ ഓപ്ഷൻ ഡി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലിക്കേഷൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ തുക 10ഉം ഗുണനഫലം 20ഉം ആയാൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ അതിന്റെ ഷോർട്ടായിട്ട് കാര്യം പറയാം. പിന്നീട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വരുന്നതും കാര്യം പറയാം. ഒത്തിരി ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ പറയാം. ഓക്കെ, നമ്മൾ 2 സംഖ്യകളുടെ തുക 10, ഗുണനഫലം 20ഉം ആയാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക അല്ലെങ്കിൽ റെസിപ്രോക്കലിലുള്ള സമ്മ് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. തുക എത്രയാണോ പറഞ്ഞേക്കുന്നത് 10, അതങ്ങ് മണ്ടയ്ക്ക് എഴുതുക. അതേപോലെ തന്നെ ഗുണനഫലം എത്രയാണോ പറഞ്ഞേക്കുന്നത് അത് താഴെ എഴുതുക. 10/20. ഇത്രയും ചെയ്താൽ അതിൽ വെട്ടിച്ചെറുതാക്കുക. ഈ 0 വെട്ടുമ്പോൾ 1/2 എന്നുള്ള ഉത്തരം കിട്ടും. എത്ര കിട്ടുമോ? 1/2 എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ? ഇതാണ് ഇതിന്റെ ഷോർട്ടായിട്ട്, ഏറ്റവും ഷോർട്ടായിട്ട് 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാലും തുകയും തന്നു അവയുടെ ഗുണനഫലം തന്നാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക ആണെന്ന് ചോദിച്ചാൽ തുക എടുത്ത് മണ്ടയ്ക്ക് എഴുതുക, ഗുണനഫലം എടുത്ത് താഴെ എഴുതുക, വെട്ടിച്ചെറുതാക്കുക. 1/2. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ സംഖ്യ x എന്ന് എടുക്കാം, x. രണ്ടാമത്തെ സംഖ്യ y എന്ന് എടുക്കാം, y. സംഖ്യകൾ തമ്മിലുള്ള തുക എക്സും വൈയുടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ? എക്സും വൈയുടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 10. അവയുടെ ഗുണനഫലം x ഗുണം y എന്ന് വെച്ചാൽ xy എന്ന് പറയുന്നത് 20 എന്ന് കിട്ടി. തുക 10 കിട്ടി, ഗുണനഫലം 20 കിട്ടി. എങ്കിൽ സംഖ്യകളുടെ വിൽക്രമം വെച്ചാൽ റെസിപ്രോക്കൽ. എക്സ് എന്ന് പറയുന്നതാണ് സംഖ്യ, അവയുടെ വിൽക്രമം എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യയുടെ താഴെ ഒരു 1 ഉണ്ട്, അത് തിരിച്ചിടുന്നേ. y എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സംഖ്യ, അവയുടെ വിൽക്രമം എന്ന് പറയുന്നത് അത് തിരിച്ചിടുന്നേ. അപ്പൊ എക്സിന്റെ താഴെ 1 ഉണ്ട്, y എഴുതിയ വൈയുടെ താഴെ 1 ഉണ്ട്. അവിടെ വിൽക്രമം എന്ന് വെച്ചാൽ ഇത് തിരിച്ചിടുക. 1/x ഉം 1/y. മനസ്സിലായല്ലോ?
x/1 തിരിച്ചിടുമ്പോൾ 1/x, y/1 തിരിച്ചിടുമ്പോൾ 1/y. ഇവയുടെ വിൽക്രമങ്ങളുടെ തുക, വിൽക്രമങ്ങളുടെ തുക മനസ്സിലായല്ലോ. ഓക്കെ, വിൽക്രമം എന്ന് വെച്ചാൽ തിരിച്ചിട്ടു അവയുടെ തുക. നോക്കിയേ, ഇത് ഗുണിക്കാം, ഇത് ക്രോസ് ചെയ്യുമ്പോൾ x ഗുണം y xy. ഓക്കെ, എക്സും വൈയുടെ ഗുണിച്ചു. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 ഗുണം ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. 1 ഗുണം y എന്ന് വെച്ചാൽ y പ്ലസ് 1 ഗുണം x എന്ന് വെച്ചാൽ x, 1 ഗുണം x എന്ന് വെച്ചാൽ x. അപ്പോൾ y പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ x പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 1 തന്നെ. കാര്യം എന്താ, 2 പ്ലസ് 3 എന്ന് പറഞ്ഞാലും 5, 3 പ്ലസ് 2 എന്ന് പറഞ്ഞാലും 5 ആണ്. അപ്പോൾ x പ്ലസ് വൈ എന്ന് പറഞ്ഞാലും y പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലും 1 തന്നെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഈ x പ്ലസ് വൈ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, എത്ര, 10 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ എക്സ് വൈയും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, എത്ര, 20 തന്നിട്ടുണ്ട്. ഓക്കെ, 20. അപ്പൊ 10/20 എന്ന് കിട്ടും. എത്ര ഇട്ടോളൂ, 10/20. ഈ 10/20 വെട്ടിച്ചെറുതാക്കുന്നുണ്ട്, 10/20 വെട്ടിച്ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും, 1/2 എന്നുള്ള ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത്രയും സ്റ്റെപ്പ് ഒന്നും നമ്മൾ ചെയ്ത് കളയണ്ട. രണ്ട് സംഖ്യകളുടെ തുകയും തന്നു, അവയുടെ ഗുണനഫലവും തന്നിട്ട് അവയുടെ വിൽക്രമങ്ങളുടെ തുകയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ തുക എടുത്ത് മണ്ടക്ക് എഴുതുക, ഗുണനഫലം എടുത്ത് താഴെ എഴുതിയാൽ മതി. അതിന് ലഘൂകരിക്കാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ ലഘൂകരിക്കുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദശാംശ രൂപത്തിൽ എഴുതുക. ഇങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതുക. ദശാംശ രൂപത്തിൽ എഴുതാൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. പല രീതിയിൽ ചെയ്യേണ്ട. 1 പ്ലസ് 9/100 പ്ലസ് 3/1000 ആണല്ലോ. ഇതാണ് 1 പ്ലസ് 9/100 പ്ലസ് 3/1000. ഓക്കെ, നമുക്കിത് വളരെ സിമ്പിൾ ആണ്. സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ ഒന്ന് അതേപോലെ തന്നെ എഴുതാം. 9നെ 100 വെച്ചരിക്കാം. ഒരു സംഖ്യയെ 10 വെച്ചരിക്കാം. ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. 100 വെച്ചരിക്കാൻ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ 9നെ 100 വെച്ചരിക്കാൻ പറഞ്ഞാൽ നമ്മൾ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കണം. ഇവിടെ 2 സ്ഥാനം ഇല്ല, ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ 2 സ്ഥാനം തേക്കാൻ ഇടതുവശത്ത് ഒരു 0 കൊടുത്തു. ഇപ്പൊ 2 സ്ഥാനമായി. 0,9 2 സ്ഥാനം. എന്നിട്ട് പോയിന്റ് കൊടുക്കുക. 0.09. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു 0 കൊടുക്കുക. പ്ലസ് അടുത്തത് 3നെ 1000 കൊണ്ട് ഹരിക്കുക. 10 വെച്ചരിക്കാൻ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 100 വെച്ചരിക്കാൻ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ 1000 വെച്ചരിക്കാനോ 3 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ 3 ഉണ്ട്. ഇനി 3 സ്ഥാനം ഇടത്തേക്ക് മാറ്റണമെങ്കിൽ 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്. ആ 2 സ്ഥാനം തയ്ക്കാൻ അതിന്റെ ഇടതുവശത്ത് 2 0 കൊടുക്കുക. ഇപ്പൊ എത്ര സ്ഥാനമായി? 3 സ്ഥാനമായി. 3 സ്ഥാനം നമുക്ക് ഒരു പോയിന്റ് കൊടുക്കുക. ഇപ്പൊ 3 സ്ഥാനം. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു 0 കൊടുക്കുക. ഇതെല്ലാടെ കൂട്ടിയാൽ പോരാ. ഇതെല്ലാടെ എങ്ങനെ കൂട്ടുന്നത്? 1 എഴുതി. ഓക്കെ ആണല്ലോ. അടുത്തത് 0.09 എഴുതി. അടുത്തത് 0.003 എഴുതി. അവിടെ 3 എഴുതി, 9 എഴുതി, ഇവിടെ 0 എഴുതി, ഇവിടെ 1 എഴുതി. 1.1 അവിടെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 0, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുള്ള 3 സ്ഥാനത്തേക്ക് ഇടതുവശത്ത് 0, ഇവിടെ 3 സ്ഥാനത്തേക്കാൻ 3 0 കൊടുത്ത്. അവിടെ ഇതെല്ലാം കൂട്ടുമ്പോൾ ഇവിടെ 3, ഇവിടെ 9, ഇവിടെ 0, പോയിന്റ് കഴിഞ്ഞിട്ട് 1, 1.093 എന്ന് കിട്ടും. 1.093. ബി ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ബി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, യെസ്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആവുന്നുണ്ടേ? നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും കമന്റ് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, യെസ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന 5 പേരുടെ ദിവസ വരുമാനം രൂപയിൽ താഴെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, മേളിൽ. ഓക്കെ, ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന 5 പേരുടെ ദിവസ വരുമാനം രൂപയിൽ താഴെ കൊടുത്തിരിക്കുന്നു. എത്ര? 350, 400, 350, 450, 450. ശരാശരി എത്ര? ശരാശരി വരുമാനം. ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ തുക ബൈ എണ്ണോ, എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെ നമ്മൾ ശരാശരി എന്ന് പറയാം. തുക ബൈ എണ്ണമാണ് ശരാശരി. നമുക്ക് എന്തൊക്കെ തന്നിട്ടോ അതെല്ലാം കൂടെ കൂട്ടുക, അവിടെ എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട് ഹരിക്കുക. അതാണ് ശരാശരി. ഓക്കെ ആണല്ലോ. ശരാശരി ഇവിടെ ആവറേജ് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്ന് വെച്ചാൽ സം ബൈ നമ്പർ. തുക ബൈ എണ്ണോ. തുക എന്ന് വെച്ചാൽ എല്ലാടെ കൂട്ട്. എത്രയൊക്കെ തന്നിട്ടുണ്ട്? ഒരു 350 പ്ലസ് പിന്നെ എത്ര തന്നിട്ടുണ്ട്? ഒരു 400 തന്നിട്ടുണ്ട്. പ്ലസ് എത്ര തന്നിട്ടുണ്ട്? ഒരു 350 തന്നിട്ടുണ്ട്. പ്ലസ് പിന്നെ എത്ര തന്നിട്ടുണ്ട്? ഒരു 450 തന്നിട്ടുണ്ട്. പ്ലസ് ഒരു 450 ബൈ എണ്ണം. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. 5 എണ്ണമാണ്. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. 350 350 കൂടുമ്പോൾ 700.
എത്ര 450 കൂടുമ്പോൾ 900, 900 700 കൂടുമ്പോൾ 1600, 1600 400 കൂടുമ്പോൾ 2000, 2000 ഡിവൈഡഡ് ബൈ 5 എന്നിട്ട് 2000 ഡിവൈഡഡ് ബൈ 5, 20നെ 5 ഉച്ചരിക്കുമ്പോൾ 4 കിട്ടും, 2 0 ആൻസർ 400 ആണ്. ഇവയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുമോ? 400 എന്ന് കിട്ടും. ബി ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്, ബി ഓപ്ഷൻ ആണ്. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. അപ്പൊ കുറച്ച് സംഖ്യകൾ തന്നിട്ട് അവയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. ഇവിടെ തന്നേക്കുന്നത് 350, 400, 350, 450, 450 എല്ലാവരുടെ കൂട്ടുക, എല്ലാവരുടെ കൂട്ടുമ്പോൾ 2000 കിട്ടും. അതിനെ എണ്ണം 5 സംഖ്യകളാണുള്ളത്, 5 കൊണ്ടങ്ങ് ഹരിച്ചേക്കുക, ശരാശരി കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള ഒരു ട്രെയിനിന്റെ നീളം 250 മീറ്റർ. ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകാൻ ഇതിന് എത്ര സമയം വേണം? മനസ്സിലായല്ലോ. അപ്പൊ ഒരു ട്രെയിനിന്റെ നീളം 250 മീറ്റർ ആണ്. അതിന്റെ വേഗത പറയുന്നത്, സ്പീഡ് പറയുന്നുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ പെർ അവർ ആണ്. 60 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ 250 മീറ്ററുമാണ്. 250 മീറ്ററുമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള ഒരു ട്രെയിനിന്റെ നീളം 250 മീറ്റർ ആണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകാൻ ഇത് എത്ര സമയം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെ മറികടക്കുമെന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം വേണം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഒരു ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെയോ ഒരു തുരങ്കത്തെയൊക്കെ മറികടക്കുന്നു വെച്ചാൽ 2 നീളോടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. 2 നീളോടെ കൂട്ടിയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ട്രെയിൻ കടന്നു പോകുന്നത് എന്താ? ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കുന്നത്. പോസ്റ്റ് ആള് മരമാണെന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ട്രെയിനിന്റെ നീളം ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് കിട്ടി എത്ര? 250 മീറ്റർ. ഇവിടെ സ്പീഡ് വന്നിട്ടുണ്ട് എത്ര? 60 കിലോമീറ്റർ പെർ അവർ. ഈ കിലോമീറ്റർ പെർ അവറും മീറ്ററും തമ്മിൽ ചേരത്തില്ല. അപ്പൊ നമ്മൾ യൂണിറ്റുകൾ ഈക്വൽ ആക്കാനും വേണ്ടി 60 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 60 കിലോമീറ്റർ പെർ അവർ എങ്ങോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഇൻഡ് ചെയ്തത്. 5/18 കൊണ്ട് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഇൻഡ് ചെയ്യുക. ഇവിടെ വെട്ടുമ്പോൾ എത്ര കിട്ടി? 3 6 18, 5 6 60, 5 5 50, 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എത്ര കിട്ടും? 50/3 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് കിട്ടി 50/3 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് കിട്ടി എത്ര? 250 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് ഇവിടെ വേണ്ടത് ടൈം ആണ്. ടൈം കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം എന്ന് പറഞ്ഞത്. ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എത്ര? 250 മീറ്റർ. 250 മീറ്റർ ബൈ സ്പീഡ് കിട്ടി എത്ര? സ്പീഡ് കിട്ടി 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ട് 50/3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഡിസ്റ്റൻസ് കിട്ടി, ടൈമും കിട്ടി, സ്പീഡും കിട്ടി. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനോ ടൈം കണ്ടുപിടിക്കാനോ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാ. അപ്പൊ നോക്കിയേ, 250 മീറ്റർ. ഇവിടെ ഹരിക്കാനുള്ള വരയുടെ താഴെ ഒരു ഭിന്നസംഖ്യ വന്നിരിക്കുക. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 3 അങ്ങ് മേളിലും പോവും, 50 താഴെയും വരും. ഈ മീറ്റർ പെർ സെക്കൻഡ് ബൈ മീറ്റർ എന്നാവും. ഈ മീറ്ററും ഈ മീറ്ററും അടങ്ങി ക്യാൻസൽ ആയി പോകും. ഈ 0 വെട്ട 1 5 5 5 25 3 5 15 സെക്കൻഡ്സ് എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്താണ്? 15 സെക്കൻഡ്സ് എന്നുള്ള ഉത്തരവായിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒറ്റ കാര്യമുള്ള ഡിസ്റ്റൻസ് 250 മീറ്റർ, സ്പീഡ് 25/3. ഭിന്നസംഖ്യ ഹരിക്കാൻ വരുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക. 250 × 3/50, 0 വെട്ടിക്കുക. 1 5 5 5 25 3 5 15 സെക്കൻഡ് ആണ്. ആ ഇലക്ട്രിക് പോസ്റ്റിനെ അത് മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 സെക്കൻഡ് ആണ്. 15 സെക്കൻഡ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, യെസ്. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 3:72 ആസ് 4:. ഇതാണ് 3 എന്നുള്ളത് 72 ആയാൽ 4 എന്നുള്ളത് എത്ര? 3 എന്നുള്ളത് 72 ആയാൽ 4 എന്നുള്ളത് എത്ര? ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 3 എന്നുള്ള 72. ഈ 3 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബ് ഞാൻ എടുക്കുക. 3ന്റെ ക്യൂബ് എത്ര? 3ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 27. 3ന്റെ ക്യൂബ് എത്ര? 27. 3ന്റെ ക്യൂബ് ഞാൻ 27. ഈ 27നെ തിരിച്ചിടുന്നത്, 27നെ തിരിച്ചു നിട്ടെ, 27 തിരിച്ചിടുന്ന എല്ലോടോ 72.
അതാണ് എഴുതിയേക്കുന്നത്. 3ന്റെ ക്യൂബ് എടുത്തു. 3ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 27. 27 തിരിച്ചിടുന്നതാണ് 72. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. 4ന്റെ ക്യൂബ് എടുക്കാം. 4ന്റെ ക്യൂബ് എത്ര? 64. 4ന്റെ ക്യൂബ് എത്രയാണ്? 64. ഈ 64 തിരിച്ചിട്ടാലോ? 64 കുടിച്ചിട്ട് 46 എന്ന് കിട്ടും. 66 തിരിച്ചിടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 46. നമ്മുടെ ഓപ്ഷൻ എ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ആൻസർ 46 എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യമുള്ളൂ. ഒറ്റ കാര്യമുള്ളൂ. ആദ്യം 3ന്റെ ക്യൂബ് എടുക്കുക 27. 27 തിരിച്ചിട്ടാൽ 72. ഓക്കെ ആണല്ലോ? അതേപോലെ 4ന്റെ ക്യൂബ് എടുക്കുക 64. 64 കുറിച്ചിട്ടാൽ 46. ക്യൂബ് എടുത്തിട്ട് ആ നമ്പറുകൾ തമ്മിൽ ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ഇട്ടേക്കുക. അത്രയും കാര്യമുള്ളൂ. ഓക്കെ ആണ്. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇവിടെ വളരെ സിമ്പിൾ ആണ്. വളരെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കാര്യമൊന്നുമില്ല. എല്ലാം എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്തുള്ളത്. ചില ഒന്ന് രണ്ട് മെന്റൽ ക്വസ്റ്റ്യൻസ് സമയം കളയാനും വേണ്ടി 1-2 കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളത്. അതും വളരെ എളുപ്പമാണ്. സമയം ഇച്ചിരി സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതിനകത്ത് വലിയ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 30 + 4 - 20 ഡിവൈഡഡ് ബൈ 5 + 1 × 10. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ബോട്ട് മാസ് പ്രകാരം ബ്രാക്കറ്റ് ഒന്നുമില്ല, ഓഫ് ഒന്നുമില്ല. ഡിവിഷൻ ആദ്യം ചെയ്യാം. ഡിവിഷൻ. അപ്പൊ കണ്ടേ 30 + 4 - 20നെ 5 വെച്ചിരിക്കുക. 20നെ 5 വെച്ചിരിക്കുമ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. 4 + 1 × 10 കിട്ടും. 1 × 10. ഓക്കെ ആണല്ലോ? അപ്പൊ 30 + 4 മൈനസ് ഡിവിഷൻ. ആദ്യം ബോട്ട് മാസ് കാരണം ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇവിടെ ഡിവിഷൻ നമ്മൾ ആദ്യം ചെയ്തതാണ്. ഡിവിഷൻ ചെയ്തു. ഓക്കെ, ഇനി എന്താ അടുത്ത? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്യാം. അപ്പൊ നോക്കിയേ 30 + 4 - 4 + 1 × 10 10 കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ 30 4 4 0. ഈ 4 ന്ന് 4 കുറച്ചാൽ 0. ഓക്കെ ആണല്ലോ? ബാക്കി എത്ര ഉണ്ട്? 10 ഉണ്ട്. ആൻസർ 40 ആണ്. ആൻസർ 40. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓക്കെ, 30 4 കൂടുമ്പോൾ 34. 30 ന്ന് 4 കുറച്ച് +10. 34 4 കുറച്ച് എത്ര ഇട്ടിടൂ? 30. 30 + 10 സമയം എത്ര കിട്ടി? 40. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കളയണ്ട. 4 ന്ന് 4 കുറച്ചാൽ 0. പിന്നെ 30 ഒരു 10 ഉണ്ട്. ആൻസർ 40 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? നമ്മുടെ എ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 40 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതാ ഞാൻ പറയും, ഇതിനകത്ത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻസ് പോലും പാടുള്ള ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം കിടക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 5, 7, 8, 10, 12, 12, 14, 17, 19. ഓക്കെ, ഇവിടെ ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു ഡബിൾ സീരീസ് ആണ്. ഇതൊരു ഡബിൾ സീരീസ് ആണ്. 1 സംഖ്യ നോക്കിയേ. 5ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 8. 8ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 12. 12ന്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 17. ഓക്കെ ആണല്ലോ? 5 കൂട്ടുമ്പോഴാണ് 17. ഓക്കെ ആണല്ലോ? അപ്പൊ 17 കഴിഞ്ഞ് അടുത്ത വരുന്ന സംഖ്യ 1 സംഖ്യ എന്ന് വെച്ചാൽ 17ന്റെ കൂടെ 7 കൂട്ടണം, +7 കൂട്ടണം. മനസ്സിലായല്ലോ? 17 7 കൂട്ടണം. 17 7 കൂട്ടുക. 17 7 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കൂട്ടി 4 കൂട്ടി 5 കൂട്ടി ഇവിടെ 6 കൂട്ടണ്ട. 7 അല്ല 6 കൂട്ടണ്ട. മൂന്ന് കൂട്ടി 4 കൂട്ടി 5 കൂട്ടി അടുത്ത 6 കൂട്ടണം. ഓക്കെ, 17ന്റെ കൂടെ 6 17ന്റെ കൂടെ 6 കുടുംബത്തിൽ ഇട്ടിടോ 23. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 23 ആണ്. ഓക്കെ, ഡി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ കണ്ട 1 സംഖ്യ നോക്കിയേ. ഇവിടെ ഉണ്ട് 7ന്റെ കൂടെ 3 കൂട്ടി. 7ന്റെ കൂടെ 3 കൂട്ടിയപ്പോ 10. 10ന്റെ കൂടെ 4 കൂട്ടി. 10ന്റെ കൂടെ കൂടുമ്പോൾ 14. 4ന്റെ കൂടെ അടുത്ത 5 കൂട്ടി. 5 കൂടെ 14 5 കൂടെ 19. അടുത്തോടെ കുടുംബത്തിൽ ഇട്ടിടോ 15ന്റെ കൂടെ 19 കൂടെ അടുത്ത കൂട്ടണം 6 കൂട്ടണം. 6 കൂട്ടുമ്പോൾ ഇട്ടിടോ 19. 6 കൂടി കൂടുമ്പോൾ 25 എന്ന് കിട്ടും. അടുത്ത നമ്പർ വരുന്നത് ഇവിടെ വരുന്ന സംഖ്യ 25 എന്ന് കിട്ടും. അടുത്ത നമ്പർ അല്ല ചോദിച്ചേക്കുന്നത്. നമുക്കിതാ ഇവിടുത്തെ ആൻസർ മാത്രം മതി. അതും കഴിഞ്ഞിട്ടുള്ള നമ്പർ ചോദിച്ചിട്ടില്ല. അത് കാരണം എന്താ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന നമ്പരേ ഉള്ളൂ. ഇതും കഴിഞ്ഞ് വരുന്ന നമ്പറാണ്
ഇവിടുത്തെ നമ്പർ എന്ന് വെച്ചാൽ 23, ഇവിടുത്തെ നമ്പർ എന്ന് വെച്ചാൽ 25 ആണ്. PS ഇവിടെ മാത്രം വരെ ചോദിച്ചിട്ടുള്ള, അതിന്റെ അപ്പുറത്തെ നമ്പർ ചോദിച്ചിട്ടുള്ള, അതിന്റെ അപ്പുറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 25 ആൻസർ ആയിട്ട് വരും. ഇതൊരു ഡബിൾ സീരീസ് ആണ്. 1 വിട്ട് 3 കൂട്ടി 4 കൂട്ടി 5 കൂട്ടി 6 കൂട്ടി 6 കൂട്ടി ഇവിടെ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ ആയി 23 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്ത് വീണ്ടും ഒരു ലൈനൂടെ കൊടുത്ത് ഇപ്പുറത്തേം കൂടെ ചോദിച്ചാൽ എത്ര? 3 കൂട്ടി 4 കൂട്ടി 5 കൂട്ടി അടുത്ത 6 + 6 ആണ്. 6 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് അവിടെ കിട്ടുന്നത് 25 എന്നുള്ള ആൻസർ കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഫസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. 23 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വ്യത്യസ്തമായത് ഏത്? ഒന്നുമില്ല, ഇത് എപ്പോഴും BSc ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വ്യത്യസ്തമായിട്ടുള്ളത്. ഓക്കെ, ചതുരം, വൃത്തം, പഞ്ചഭുജം, സാമാന്തരികം. മനസ്സിലായല്ലോ? ചതുരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വശങ്ങളെല്ലാം നീളം. മനസ്സിലായി? ഓരോ വശങ്ങളും നമ്മളെ എന്താണ് അതിന് കറക്റ്റ് പറഞ്ഞ സൈഡ്സിനൊക്കെ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നേർരേഖയിലായിരിക്കും, നേരെയുള്ള ലൈൻ ആയിരിക്കും. ഉദാഹരണം ചതുരം, ഇത് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഇതുണ്ട് ലൈൻ, വശങ്ങളെല്ലാം നേരെ. അടുത്തത് വൃത്തം എന്ന് പറയുമ്പോൾ വൃത്തം ഇത് കാണുമ്പോൾ തന്നെ വൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ വശങ്ങളൊന്നും നേർരേഖയിലല്ല. ഓക്കെ ആണല്ലോ? അത് കർവ്ഡ് ഷേപ്പാണ്. ഓക്കെ ആണല്ലോ? പഞ്ചഭുജ 5 വശങ്ങളുണ്ട്. 1 2 3 4 5 ഉണ്ട്. 1 2 4 5. മനസ്സിലായി? വശങ്ങളെല്ലാം നേർരേഖയില, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ ആണല്ലോ? സാമാന്തരികം പാരലോഗ്രാം എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഓക്കെ, എല്ലാം നേർരേഖ. പക്ഷേ ഇത് വൃത്തം മാത്രം കർവ്ഡ് ഷേപ്പിലാണുള്ളത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഏതെന്ന് വെച്ചാൽ വൃത്തമാണ്. മനസ്സിലായി? അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്കല്ല പറയാം, ഇതിനെല്ലാം വശങ്ങളുണ്ട്, ഇതിന് വശങ്ങളില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വശങ്ങളില്ല എന്നൊക്കെ പറയാം. ഓക്കെ, ഇതിന് വശങ്ങളുള്ള, ഇതിന് വശങ്ങളില്ല എന്നൊക്കെ പറയാം. നമുക്ക് ഏതെങ്കിൽ വശങ്ങൾ നേർരേഖയിലാണ്, ഇവിടെ സ്ട്രെയിറ്റ് ആണ്, ഇവിടെ കർവ്ഡ് ഷേപ്പാണ്, അതാണ് വ്യത്യാസം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വൃത്തമാണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, A, Z, C, X is to B, Y, D, W as F, U, H, S is to ഡാഷ്. ഇവിടെ നോക്കിയേ, എയുടെ കൂടെ എയുടെ കൂടെ ഒരു ലെറ്റർ കൂട്ടുന്നതാണ് ബി. ഓക്കെ, എയുടെ കൂടെ ഒരു ലെറ്റർ കൂട്ടുന്നതാണ് ബി. അടുത്ത ഒന്നിടെ വിട്ട് നോക്കിയേ, സിയുടെ കൂടെ ഒരു ലെറ്റർ കൂട്ടുന്നതാണ് ഡി. ഒന്നിടെ വിട്ട് സിയുടെ കൂടെ 1 കൂട്ടുന്നതായിരിക്കും ഡി. ഇവിടെ ഒന്നിടെ വിട്ട സംഭവം കാണാം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, എഫിന്റെ കൂടെ ഒരു ലെറ്റർ കൊടുക്കുമ്പോ ജി, ഒരു ലെറ്റർ കൂട്ടാം. അപ്പൊ ഇവിടെ ഡി, ജി. ജിയിൽ തുടങ്ങുന്നത് ഉണ്ടോ എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാം ജിയിലാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനകത്ത് ക്യാൻസൽ ചെയ്യാം, ബാക്കി എല്ലാം ജിയിലാണ് തുടങ്ങുന്നത്. ഇനി അടുത്ത ഒന്നിടെ വിട്ടത്, അടുത്ത ഇവിടെ ജി എഴുതിയ ഒന്നിടെ വിട്ട് എച്ച് കഴിഞ്ഞാൽ അടുത്തത് വരേണ്ടത് ഐ ആണ്. എച്ച് കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടത് ഐ ആണ്. ഓക്കെ, ഒന്നിടെ വിട്ട് പ്ലസ് കൂട്ടുമ്പോൾ ഒന്നിടെ വിട്ട സംഖ്യ എഫിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ ജി. ഓക്കെ, എഫിന്റെ കൂടെ നമ്മുടെ ഒന്നിടെ വിട്ട ഇവിടുത്തെ ഒന്നിടെ വിട്ടത് എയുടെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോ ബി, അവിടെ എഫിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോ ജി. അടുത്ത ഒന്നുകൂടെ സിയുടെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോ ഡി, അപ്പൊ എച്ചിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോ ഐ. ജിയും ഐയും ഓക്കെ ആണല്ലോ? ജി ഐ. ഓക്കെ, ഒന്നര വിട്ട സംഖ്യയില് ജി ഐ 1. ഓക്കെ, അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത്, അപ്പൊ നമ്മൾ 2 എഴുതി. അടുത്ത നോക്കിയേ, ഇസഡിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് വൈ. ഇസഡിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് വൈ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇസഡിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് വൈ. ഇവിടെ മൈനസ് ആണ്, 1 കുറയ്ക്കുന്നതാണ്. അതേപോലെ തന്നെ എക്സിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് ഡബ്ല്യു, മൈനസ് ആണ്. ഇവിടെ അങ്ങോട്ട് ഒന്നിടവിട്ട് കൂട്ടി പോകുന്ന അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നിടവിട്ട് കുറച്ച്, ഇവിടുന്ന് ഒരെണ്ണം കുറച്ചാണ് അടുത്തത്, ഇവിടുത്തെ ഒരെണ്ണം കുറച്ചാണ് അടുത്തത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയ അടുത്ത നമ്മൾ ഇവിടെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് യുവിൽ നിന്ന് 1 കുറയ്ക്കുമ്പോ ടി വരത്തില്ലേ? ടി യുവിൽ നിന്ന് പറയും.
ടി ആണ്. മനസ്സിലായല്ലോ? ഒന്ന് കുറയ്ക്കുമ്പോൾ ജിയിൽ നിന്ന് യുവിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ ടി വരും. അപ്പൊ ജി ടി വരുന്ന ഏതാ? ജി ടി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ജി ടി വരുന്ന ഒറ്റ ഓപ്ഷൻ. ബാക്കിയെല്ലാം ജി വി, ഇവിടെ ജി വി ആ, ഇവിടെ ജി ടി ആണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത എന്താണ്? അടുത്ത ഇവിടെ നോക്കിയാ, ഇവിടുത്തെ ഏതാ? 6 കഴിഞ്ഞാണ് എസ്. അപ്പൊ എസ്സിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതാണ് 6. എസ്സിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതാണ് 6 എന്ന് പറഞ്ഞു. എസ്സിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതാണ് 6. അപ്പൊ ജി ടി ഐ ആർ. അപ്പൊ ഒന്നിടവിട്ട സംഖ്യകൾ, ആദ്യം ഒന്നിടവിട്ട സംഖ്യ ഇവിടെ ഒന്ന് കൂട്ടി, അടുത്ത ഒന്നിടവിട്ട സംഖ്യ ഒന്ന് കൂട്ടി, അടുത്ത ഒന്നിടവിട്ട സംഖ്യ ഒന്ന് കുറച്ച്, അടുത്ത ഒന്നിടവിട്ട സംഖ്യ ഒന്ന് കുറച്ച്, ആദ്യം കൂട്ടുന്നു പിന്നെ കുറയ്ക്കുന്നു. ആ ഒരു ഫോർമാറ്റ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ജി ടി ഐ ആർ എന്ന് പറയുന്ന സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സി ഓപ്ഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, യെസ്. അടുത്ത നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ ആണ്. ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും ഒക്കെ ഉള്ള നമ്മുടെ അതിന്റെ നിങ്ങൾക്കറിയാലോ ആ പോസ്റ്റിന്റെ പ്രത്യേകത അറിയില്ല. അതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 39,900 മുതൽ 83,000 വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. ഓക്കെ, അത് നമ്മളെ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിന്റെ പേരാണ് കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാ സബ്ജക്റ്റും എടുക്കുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റും, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, സ്പെഷ്യൽ ടോപ്പിക് അല്ല, സോറി, ഇത് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രിലിംസിന് വേണ്ട അതെല്ലാ ടോപ്പിക്കും നമ്മൾ അത് എടുക്കുന്നുണ്ട്. 500 മണിക്കൂർ ക്ലാസ് ആണ് കൊടുക്കുന്നത്. 500 മണിക്കൂർ പ്ലസ് 500ൽ കൂടുതൽ, 500 പ്ലസ് ആണ്. മനസ്സിലായി? 500ൽ കൂടുതൽ മണിക്കൂർ ക്ലാസ് നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. 1 വർഷമാണ് അതിന്റെ വാലിഡിറ്റി. 1 വർഷത്തെ വാലിഡിറ്റിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ പരീക്ഷ കഴിയുമ്പോൾ നമ്മുടെ കോഴ്സ് അങ്ങ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഒരു കൃത്യം 365 ദിവസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇന്നാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്, നിങ്ങൾ 365 ദിവസം നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫീ എന്ന് പറയുന്നത് വെറും 999 രൂപയുള്ള 2,999 രൂപയായിരുന്നു. അതിന്റെ ഓഫർ പ്രൈസ് നമ്മൾ 999 രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ സിലബസ് വൈസുള്ള സ്റ്റഡി പ്ലാനും എല്ലാം നമുക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാനും എല്ലാം മനസ്സിലായി, അതെങ്ങനെ പഠിക്കണമെന്ന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അതെല്ലാം നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ അടുത്ത കോഴ്സ് എന്ന് പറഞ്ഞത് പുതിയതായിട്ട് നമ്മൾ എഴുതിയാണ്, ഒരു പരീക്ഷ എഴുതി പഠിക്കാനും നമുക്ക് ഒരു ടെസ്റ്റ് സീരീസ് ഏതാണ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസും അതെല്ലാം എഴുതുന്നവർക്ക് എത്ര? വെറും 199 രൂപയ്ക്ക് 1700 പ്ലസ് ക്വസ്റ്റ്യൻസ്, 1700 പ്ലസ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ്. ഒരു നിങ്ങൾക്ക് വെച്ചാൽ അതിനായിട്ട് ടെസ്റ്റ് നമ്മൾ പരീക്ഷ എഴുതി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ്. അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 199 രൂപ. നമുക്ക് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ ഒരു പരീക്ഷ നമ്മൾ എഴുതുക, നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പൊ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ ഹാളിൽ ഇരുന്ന് മാത്രം പരീക്ഷ എഴുതുന്നുണ്ടാവും. മനസ്സിലായി? വീട്ടിലിരുന്നും അതേപോലെ ഒരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൾട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. എവിടാണ് നിങ്ങൾക്ക് കുഴപ്പം, എന്താണ് നിങ്ങൾക്ക് കുഴപ്പം, ഏത് ഭാഗമാണ് നിങ്ങൾ കൂടുതൽ ടൈം എടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് അടുത്ത പരീക്ഷയ്ക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പരീക്ഷയ്ക്ക് നമ്മൾ സ്കൂളായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചെയ്ത് നോക്കണം. വീട്ടിലിരുന്ന് ഒരു പരീക്ഷ ഇരുന്ന് അതേ ലാഘവത്തോടു കൂടി ഇരുന്ന് എന്താണ് ഫോണെല്ലാം മാറ്റി വെച്ച് 1.25 മണിക്കൂറാണെങ്കിൽ 1.25 മണിക്കൂർ കൊണ്ട് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് ആ 1.25 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ 10 ക്വസ്റ്റ്യനെ ചെയ്തോളെങ്കിൽ 10 എണ്ണം ചെയ്താൽ മതി. ആ 10 എണ്ണം ചെയ്താൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്തിയേക്കുക. നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് നോക്കാം എത്ര എണ്ണം ചെയ്യാൻ പറ്റി, എത്ര മാർക്ക് കിട്ടി. അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ 15 എണ്ണം ചെയ്യാൻ പറ്റും, അടുത്ത 20. അങ്ങനെ ടെസ്റ്റ് സീരീസ് ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ആക്കി എടുക്കുക. ഇമ്പ്രൂവ് ആക്കി എടുത്ത് നമ്മളെന്താണ് അപ്പോൾ പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു ഐഡിയാസ് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണല്ലോ മാത്സ് മെന്റലബിലിറ്റിക്കോ അല്ലെങ്കിൽ GK ഒക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇത് കണ്ടാണല്ലോ, ഈ ഓപ്ഷൻ ഇതാണല്ലോ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷകളിൽ പോകുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന അതേ ഒരു എഫക്റ്റേ അതിനും കിട്ടത്തുള്ളൂ. എന്താ അറിയോ? നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പരിപാടി ഇന്ന് വേറെ അടുത്ത് പോയിരുന്നു ചെയ്യുന്നു, അത്രയും കാര്യം അത് കിട്ടത്തുള്ളൂ. പക്ഷെ പരീക്ഷകളിൽ പോയി ആദ്യമായിട്ട് ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്ന, അല്ലെ വല്ലപ്പോഴാണ് ഒരെണ്ണം എഴുതുന്നത് എങ്കിൽ നമ്മൾ അവിടെ വെച്ച് ഇതെങ്ങനെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാനിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ. എന്നാൽ അടിപൊളിയായിട്ട് നമ്മൾ ഒരു കോഴ്സായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 199 രൂപയുള്ള അതിന്റെ ഫീസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഒറ്റയാൻ കാണാനും ചോദിക്കുന്നു. ഓക്കെ ആണല്ലോ? 29, 37, അതേപോലെ
49, 61. ഇതിനകത്ത് ഒറ്റയാൻ എന്ന് പറയുന്നത് ഒറ്റടിക്ക് തന്നെ അറിയാം 49ആണ്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് അഭാജ്യസംഖ്യകളാണ്. പ്രൈം നമ്പേഴ്സ് 29, 37, 61 എല്ലാം പ്രൈം നമ്പറാ. പക്ഷേ 49 എന്ന് വെച്ചാൽ 7ന്റെ സ്ക്വയർ ആണ്. 7ന്റെ സ്ക്വയർ ആണ് 49. ഓക്കെ, ഇത് കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ ആണെന്നെല്ലാം പറയാം. പക്ഷെ ഇത് സ്ക്വയർ നമ്പർ അല്ലാത്ത നമ്പറാണ് ഇതൊക്കെ എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണെന്നൊക്കെ പറയാം. അപ്പൊ ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത് 49 ആണ്. എ ഓപ്ഷൻ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാണ് ഞാൻ പറഞ്ഞത്, തന്നിരിക്കുന്ന സംഖ്യയെ അക്ഷരം എഴുതുക എന്നുള്ള രീതിയിൽ. നമുക്ക് ഈ തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പകരമായി അക്ഷരങ്ങൾ എഴുതി അർത്ഥവത്തായ വാക്കുകൾ കണ്ടെത്തുക. ഓക്കെ ആണല്ലോ. ഇത് മാത്രമാണ് ഇച്ചിരിയും കൂടെ ടൈം എടുക്കുന്നത്. നമുക്ക് ഓക്കെ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത്? മൊത്തം ലെറ്റർ ഒന്നും ഞാൻ എഴുതുന്നില്ല, 1, 2 ലെറ്റർ ഒക്കെ എഴുതുന്നുള്ളൂ. ഇതിന്റെ യഥാർത്ഥ കറക്റ്റ് ആൻസറിന്റെ ഞാൻ ആദ്യം ഒന്ന് എഴുതാം. കറക്റ്റ് ആൻസറിന്റെ ഒന്ന് എഴുതാം. നിങ്ങൾ ബാക്കിയുള്ളവരും അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, എഴുതി നോക്കിക്കോ. കറക്റ്റ് തന്നെ നമുക്ക് നോക്കാം. 3 സി ഓപ്ഷൻ 3, 9, 18, 3, 12, 5. അപ്പൊ മൂന്നാമത്തെ ലെറ്റർ ഏതാ? എ ബി സി ആണ്. 9 എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. ഓക്കെ. 18ാമത്തെ ലെറ്റർ ഏതാ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ. ആണ് 18ാമത്തെ ലെറ്റർ. 3 സി ആണ്. ഓക്കെ. 12ാമത്തെ ലെറ്റർ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ. ഇ എന്ന് വെച്ചാൽ 5ാമത്തെ ലെറ്റർ എ ബി സി ഡി ഇ. വായിച്ചേ, സർക്കിൾ എന്ന് വായിക്കത്തില്ല, ഇത് സർക്കിൾ. മനസ്സിലായോ? ഇത് മാത്രമേ ഉള്ളൂ സർക്കിൾ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഓരോന്നിന്റെയും നമ്പേഴ്സിന് പകരം വരുന്ന ലെറ്റേഴ്സ് ഏതാ? ഇപ്പൊ 3-ന്റെ മൂന്നാമത്തെ ലെറ്റർ സി എന്ന് പറയുന്നത്, ഇവിടെ 18ാമത്തെ ലെറ്റർ വരുന്നത് എത്ര? 6 ആണ് വരുന്നത്. അങ്ങനെ എല്ലാ ലെറ്ററും എഴുതി വെക്കാം. എഴുതി നോക്കിയിട്ട് അതൊരു വാക്കാട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. വാക്കാട്ട് വായിക്കാൻ പറ്റുന്നത് കറക്റ്റ് ആയിട്ട് ഒരു വാക്കാട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ്. സി ഓപ്ഷനിലെ സർക്കിൾ എന്ന് മാത്രമേ ഇത് വായിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊന്നും അങ്ങനെ വായിക്കാൻ പറ്റത്തില്ല, ഒരു വേടായിട്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ് ആൻസർ. അപ്പൊ ഞാൻ ഇതിന്റെ ഹിന്റ് തന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഇതെല്ലാം കൂടെ ചെയ്യാന്ന് വെച്ചാൽ സമയം അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കിയാൽ മതി. പരീക്ഷ അത് കുറെ ചെയ്ത് നോക്കിയാൽ മതി. ഇതിന്റെ ഒരു ഐഡിയ ഇതാണ്. ഇതിന്റെ ലെറ്റേഴ്സ് എല്ലാം എടുത്ത് എഴുതിയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ, അത് കറക്റ്റ് ആയിട്ട് ഒരു വേർഡാണോ കിട്ടുന്നത് എന്ന് നോക്കുക. അതാ ഞാൻ പറഞ്ഞ ചില മെന്റലബിലിറ്റി ഉണ്ട്, സമയം കളയുന്ന മെന്റലബിലിറ്റി, അതിലൊന്നാണ് ഇത്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ നമുക്കിത് ഈ ഒരു ലെറ്റർ സി ഓപ്ഷന് മാത്രമേ അത് സർക്കിൾ എന്നുള്ളൊരു പേര് കിട്ടുന്നുള്ളൂ. ബാക്കിയൊന്നും അങ്ങനെ ലെറ്ററായിട്ട് കിട്ടുന്നില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ശരണിന്റെ അമ്മയുടെ പ്രായം അവന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാവും എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? മനസ്സിലായല്ലോ. ശരണിന്റെ പ്രായം ഇത് പല റേഷ്യോയിലൊക്കെ ഇട്ട് ചെയ്യും. ഞാൻ റേഷ്യോയിലൊക്കെയാണ് സാധാരണ ആപ്പിനകത്ത് ചെയ്തിട്ടേക്കുന്നത്. ആപ്പിനകത്ത് റേഷ്യോയിലിട്ടൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ റേഷ്യോയിലിട്ട് ചെയ്യുമ്പോൾ ആ റേഷ്യോ എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് വരും. പകരം ഞാൻ ഇത് എക്സിറ്റ് അങ്ങ് ചെയ്ത് കാണിക്കുക. പക്ഷെ നമ്മുടെ ആപ്പിനകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് ബേസ് തൊട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. പകരം ഞാൻ ഇത് എക്സിറ്റ് ചെയ്യാൻ അങ്ങ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓപ്ഷനിൽ നിന്ന് കയറാം. 2 മാർഗങ്ങളാണുള്ളത്. ഓപ്ഷനിൽ നിന്ന് കയറാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. എക്സിറ്റ് ചെയ്യാൻ ആദ്യം ചെയ്ത് കാണിച്ചാൽ, പിന്നെ ഓപ്ഷനിൽ നിന്ന് ചെയ്ത് കാണിച്ചാൽ. ശരണിന്റെ അമ്മയുടെ പ്രായം അവന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. ശരണിന്റെ അമ്മയുടെ പ്രായം അവന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോൾ. കാലഘട്ടം ഒന്നും പറഞ്ഞില്ല, അത് ഇപ്പോഴാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. എങ്കിൽ 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം, 4 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം, 4 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത്, അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. 4 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? മദറിന്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, മദറിന്റെ ഇപ്പോൾ മദറിന്റെ അമ്മയുടെ വയസ്സിനെ, സോറി, ശരണിന്റെ വയസ്സിനെ എക്സ് എന്ന് എടുത്തു. ഇപ്പോഴത്തെ ശരണിന്റെ വയസ്സിനെ എക്സ് എന്ന് എടുത്തു. ശരണിന് ഇപ്പൊ എത്ര വയസ്സുണ്ടോ, ശരണിന്റെ വയസ്സിന് അമ്മയുടെ പ്രായത്തിന്റെ, ശരണിന്റെ ഇവിടുത്തെ ഈ മിസ്റ്റേക്ക് ആണ് കേട്ടോ.
ശരണിന്റെ അമ്മയുടെ പ്രായം അവന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. ശരണിന്റെ അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. ഓക്കെ, അപ്പൊ ശരണിന്റെ പ്രായത്തെ ഞാൻ എക്സ് എന്ന് എടുത്താൽ അമ്മയുടെ പ്രായം മദറിന്റെ പ്രായത്തെ നമുക്ക് എന്തെടുക്കാം? ഇതിന്റെ 4 മടങ്ങാണ്. 4 മടങ്ങാണ്. 4 മടങ്ങെന്ന് വെച്ചാൽ 4x എന്ന് എടുക്കാം. 4x എടുക്കാം. എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കേസാണ്. ഇപ്പോൾ ശരണിന് എക്സ് പ്രായമുണ്ട്, അമ്മയ്ക്ക് അതിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്, 4x വയസ്സുണ്ട്. ഓക്കെ ആണല്ലോ. 4 വർഷങ്ങൾക്ക് ശേഷം ആഫ്റ്റർ 4 ഇയേഴ്സ് 4 വർഷങ്ങൾക്ക് ശേഷം എന്താണ്? 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ 4 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ശരണിന് എത്ര വയസ്സുണ്ടോ അതിന്റെ കൂടെ ഒരു 4 വയസ്സൂടെ കൂടും. ഇപ്പോൾ ശരണിന് എക്സ് വയസ്സുണ്ടെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഒരു 4 വയസ്സൂടെ കൂടും. ശരണിന് മാത്രമല്ല അമ്മയ്ക്കും കൂടും, മദറിനും കൂടും. എത്ര വയസ്സാ? ഈ 4x വയസ്സുള്ള അമ്മയ്ക്കും എത്ര വയസ്സൂടെ കൂടും? ഒരു 4 വയസ്സൂടെ കൂടും. ഓക്കെ ആണല്ലോ. ശരണിന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്, അമ്മയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ 4x ആണ്. ഓക്കെ ആണല്ലോ. ഇതെന്താണ്? 4 വർഷം കഴിയുമ്പോൾ ശരണിന് എത്ര വയസ്സുണ്ടോ അതിനെക്കാട്ടി 4 വയസ്സൂടെ കൂടും. ശരണ് എക്സ് വയസ്സാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ 4 വയസ്സൂടെ കൂടും. 4x വയസ്സ്, എക്സ് പ്ലസ് 4 ആവും. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 4x വയസ്സാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് 4 വയസ്സൂടെ കൂടും. 4x പ്ലസ് 4 നീട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ വരെ ഓക്കെയാണ്. ഇനി പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. 4 വർഷം കഴിയുമ്പോൾ ശരണിന്റെ വയസ്സെന്ന് വെച്ചാൽ എക്സ് പ്ലസ് 4ഉം അമ്മയുടെ വയസ്സെന്ന് വെച്ചാൽ 4x പ്ലസ് 4ഉം ആണ്. അമ്മയുടെ വയസ്സ് 4. 4 വർഷം കഴിയുമ്പോൾ ശരണിന്റെ വയസ്സെന്ന് വെച്ചാൽ എക്സ് പ്ലസ് 4ഉം അമ്മയുടെ വയസ്സെന്ന് വെച്ചാൽ 4x പ്ലസ് 4ഉമാണ്. പിന്നെ പറയുന്ന കണ്ടീഷൻ 4 വർഷം കഴിയുമ്പോൾ ശരണിന്റെ അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞാൽ ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും എന്ന് പറഞ്ഞാൽ 3 മടങ്ങാകും. ഉദാഹരണം, ഇപ്പൊ ശരണിന് 10 വയസ്സ്, ശരണിന് 10 വയസ്സും അമ്മയ്ക്ക് 30 വയസ്സും ഉണ്ട്. 30 വയസ്സും 10ന്റെ 3 മടങ്ങാണ് 30. ഇതൊരിക്കലും സമം കൊടുക്കാൻ പറ്റത്തില്ല. 10ന്റെ 3 മടങ്ങാണ് 30. അമ്മയ്ക്കാണ് 3 മടങ്ങ്. അമ്മയ്ക്ക് 3 മടങ്ങ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കൊണ്ടിട്ട് 3 കൊടുത്തു കാണിച്ചാൽ അമ്മയുടെ വയസ്സ് 90 ആവും. അപ്പോഴും മകൻ 10 തന്നെ നടക്കത്തുള്ളൂ. പകരം ഈ 3 കൊണ്ടിട്ട് മകനിട്ട് ഗുണിച്ചു കൊടുക്കാമെങ്കിൽ മകന്റെ വയസ്സ് 30 ആവും, അമ്മയുടെ വയസ്സ് 30. അപ്പുറം ഇപ്പുറം 30 ആവും. അപ്പൊ നമുക്ക് സമം കൊടുക്കാം. ഇപ്പൊ ശരണ് 20 വയസ്സ്, അമ്മയ്ക്ക് 60 വയസ്സ്. മനസ്സിലായല്ലോ. 20ന്റെ 3 മടങ്ങാണ് 60. ഇതൊരിക്കലും സമം കൊടുക്കാൻ പറ്റത്തില്ല. ആർക്കാണ് 3 മടങ്ങ് എന്ന് പറയുന്നത്? അപ്പൊ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ 3 കൊടുത്താൽ അമ്മയുടെ വയസ്സ് 180 പോകും. അമ്മയ്ക്കാണ് 3 മടങ്ങ് എന്ന് പറയുമ്പോൾ ആർക്കാണോ പറയുന്നത് അയാളുടെ ഓപ്പോസിറ്റ് ആക്കുകൊണ്ട് ഗുണിച്ചു കൊടുക്കണം. ഓപ്പോസിറ്റ് ആക്കുകൊണ്ട് ഗുണിച്ചു നോക്കിയേ. അമ്മയ്ക്ക് 3 മടങ്ങ് എന്ന് പറയുമ്പോൾ മകന് 3 കൊണ്ട് ഗുണിച്ചു നോക്കിയേ. 20 ഗുണം 3 60. അമ്മയ്ക്കും 60 വയസ്സായി, മകനും 60 വയസ്സായി. ഇപ്പോൾ നമുക്ക് ഈക്വൽ ടു കൊടുക്കുക. രണ്ടുപേരെ വയസ്സുകൾ സമമാക്കി എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഇവിടെ രണ്ടാമത്തെ കണ്ടീഷനിൽ ആർക്കാണ് ഇരട്ടി 3 മടങ്ങ്? ഇതാണ് ശരൺ, ഇത് മദറ. ഈ അമ്മയ്ക്കാണ് 3 മടങ്ങ്. അപ്പൊ ഇതൊരിക്കലും സമം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഈ കിടക്കുന്നതിന്റെ 3 മടങ്ങാണിത്. അപ്പൊ അമ്മയ്ക്ക് 3 മടങ്ങ് എന്ന് പറയുമ്പോൾ മകന് കൊണ്ടിട്ട് ഒരു 3 കുടിച്ചു കൊടുക്കാമെങ്കിൽ രണ്ടുപേരെ വയസ്സ് എടീക്കലാവും. ഇപ്പുറത്താണ് 3 മടങ്ങെങ്കിൽ ഇപ്പുറത്ത് ഗുണിച്ചു കൊടുക്കണം, എങ്കിൽ സമം കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇത് രണ്ടും സമമാണ്. ഓക്കെ ആണല്ലോ. ഇനി ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 3 അകത്തേറ്റ് ഗുണിക്കണം. 3 ഗുണം എക്സ് 3x പ്ലസ് 3 ഗുണം 4 12 ഈക്വൽ ടു 4x പ്ലസ് 4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത എല്ലാം ഒരു സൈഡിലാക്കാം. 12 പ്ലസ് 4 ഇപ്പുറത്ത് വരുമ്പോൾ -4, 4x പ്ലസ് 3x അപ്പുറത്ത് വരുമ്പോൾ -3x എന്ന് കിട്ടും. 12 4 കുറച്ചാൽ 8, 4x 3x കുറച്ചാൽ എക്സിന്റെ വാല്യൂ 8 എന്ന് കിട്ടും. എക്സ് എന്ന് വെച്ചാൽ ആരുടെ വയസ്സാന്ന് വെച്ചാൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ്. മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് എക്സ് എന്ന് പറയുന്നത്. പക്ഷേ മകന്റെ ഇപ്പോഴത്തെ വയസ്സല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. അപ്പോൾ മദറിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 4x ആണ്. 4x. അപ്പൊ 4 ഗുണം എക്സ്, എക്സിന്റെ വാല്യൂ 8, 4 8 32. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 32 വയസ്സാണ്. ഇതാണ് എക്സിറ്റ് ചെയ്യുന്ന രീതി. എക്സിറ്റ് ചെയ്യുന്നത് നമുക്ക് ഇനി അല്ലാതെ വേറൊരു രീതി ഉണ്ട്. ഞാൻ നോക്കാം. ശരണിന്റെ അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. നമുക്കൊരു ഒരു പേജ് ആഡ് ചെയ്യാം. ഓക്കെ, ശരണിന്റെ അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ വേണ്ട മദർ ഈസ് ടു സൺ. മദറിന് എത്ര ഉണ്ടോ ശരണിന് എത്ര ഉണ്ടോ അതിന്റെ 4 മടങ്ങാണ്. 4 മടങ്ങാണ്. അപ്പൊ നമുക്ക് എന്താ, മദറിന് 4 ആണെങ്കിൽ ശരണിന് 1 കൊടുക്കാം. മകനെക്കാട്ടിൽ 4 മടങ്ങ് വയസ്സ് അമ്മയ്ക്കുണ്ട്. അല്ലെ തിരിച്ച് ഇങ്ങനെ എഴുതാം. ശരൺ ഈസ് ടു മദർ അല്ലെങ്കിൽ സൺ ഈസ് ടു മദർ. സണ്ണിന് 1 ആണെങ്കിൽ അതിന്റെ 4 മടങ്ങ് വയസ്സാണ് മദറിനുള്ളത്. 4 മടങ്ങ് തിരിച്ചെഴുതും. 2 രീതി എഴുതിയാലും ഒരു കുഴപ്പമില്ല. കണക്ക് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ വേണ്ട ശരണിന്റെ അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 മടങ്ങ്. ഇപ്പൊ 1:4 എന്ന് കൊടുത്തു. ഓക്കെ, 1:4. ഇനി എന്താ പറഞ്ഞത്,
ആഫ്റ്റർ 4 years 4 വർഷങ്ങൾ ടൈം പീരീഡ് പറയുന്നുണ്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഈ ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും അമ്മയുടെ പ്രായം എന്ന് പറയുന്നത്. ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്. അപ്പൊ ശരണിന് 1 ആണെങ്കിൽ അമ്മയ്ക്ക് അതിന്റെ 3 മടങ്ങായിരിക്കും. 3 മടങ്ങ് ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്, 4 മടങ്ങാണ് അമ്മയുടെ പ്രായം ഇപ്പോൾ. ഇനി 4 വർഷം കഴിയുമ്പോൾ ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ് 1:3 എന്ന് കൊടുക്കും. നമുക്ക് ഇവിടെ ആരെ കണ്ടുപിടിക്കണം? മദറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആരെയാണോ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പൊ ശരണിനെ കണ്ടുപിടിക്കേണ്ട ശരണിന്റെ അംശം എന്താണ്? 1. അത് എഴുതാം. ഇനി പകരം അമ്മയെ കണ്ടുപിടിക്കേണ്ട മദറിന്റെ അംശം എന്താണ്? 4. അപ്പൊ മദറിനെ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് മദറിന്റെ അംശം എന്താ? നമ്മൾ 4 ഇവിടെ കൊടുത്തു. ഇൻറ്റു പറയുന്ന ഒരു കാലഘട്ടം പറയുന്നുണ്ട്. ഒരു കാലഘട്ടം എത്ര വർഷം? 4 വർഷം. ആ 4 എഴുതണം. ഇൻറ്റു ഓക്കെ ആണല്ലോ. ഈ താഴെ എഴുതിയേക്കുന്ന നമ്പറുകൾ തമ്മിൽ കുറയ്ക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാളൂ. താഴെ എഴുതിയേക്കുന്ന നമ്പറുകൾ തമ്മിൽ കുറയ്ക്കാന്ന് വെച്ചാൽ വലുത് എത്ര? ഇവിടെ 3 അല്ലേ? 3 ൽ നിന്ന് 1 കുറച്ചു. ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് ഗുണിക്കുക. ക്രോസ് ചെയ്ത് ഗുണിച്ചിട്ട് ഗുണിക്കുമ്പോൾ വലുത് ഏതാണ് കിട്ടുന്നത് അതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. ഈ 1 4 കൂടെ ഗുണിക്കുക. 1 4 കൂടെ ഗുണിക്കുമ്പോൾ 1 ഗുണം 4 മൈനസ് ഇത് ഗുണിക്കുമ്പോൾ 1 ഗുണം 3. അപ്പൊ 1 ഗുണം 4 ആണ് വലുത്. അതുകൊണ്ട് ഇവിടെ ആദ്യം എഴുതി, ഇത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി. ഓക്കെ ആണല്ലോ. ഇതാണ് ഇവിടെ നോക്കിക്കോ. ഒരു 4 ഗുണം 4 ഇൻറ്റു 3 1 കുറച്ചാൽ 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 ഓക്കെ ആണല്ലോ. 4 16 16 ഗുണം 2 32 ഡിവൈഡഡ് ബൈ 4 3 കുറച്ചാൽ 1 കിട്ടും. ആൻസർ 32 എന്നുള്ള ആൻസർ കിട്ടും. ഇതാണ് നമ്മളെ രീതി. ഇത് കുറെ കാര്യങ്ങളുണ്ട് ഇത് പറയാൻ. നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ എക്സിറ്റ് ഞാൻ പറഞ്ഞ ആ എക്സിറ്റ് ചെയ്യുന്ന രീതി നോക്കുക. ഇത് നമ്മൾ ആപ്ലിക്കേഷനകത്ത് ഈ രീതിയൊക്കെയാണ് പഠിപ്പിച്ചിട്ടേക്കുന്നത്. അതിന് കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് സമയമുള്ളായത് കൊണ്ട് ഇപ്പൊ തന്നെ നല്ല ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പടയേന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞങ്ങ് പോകുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് നമ്മൾ എടുത്തു തരാം. നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ നമ്മൾ ക്ലാസ് എടുത്തരാം. ആപ്പിനകത്ത് ക്ലാസ് ഓൾറെഡി ഇപ്പോഴും കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അല്ലെ പിന്നെ ഇത് ഓപ്ഷനിൽ നിന്ന് കയറുന്ന രീതിയുണ്ട്. ഓരോ ഓപ്ഷനും വെച്ച് ചെക്ക് ചെയ്ത് കയറാനും പറ്റും. ഓക്കെ ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1, 3, 5, 7, 9 ഡാഷ്. അടുത്ത് വരുന്ന എത്ര? 1 3 5 7 9 ഡാഷ്. ഓക്കെ, ഒന്നുകൂടി 1ന്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോഴാണെങ്കിൽ 3, 3ന്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോൾ 5, 5ന്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോൾ 7, 7ന്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോൾ 9. അപ്പൊ 9ന്റെ കൂടെ 2 കൂടെ കൂട്ടണം, എത്ര കിട്ടും? 11 വരും. ആൻസർ 11 എ ഓപ്ഷൻ ആണ് ആൻസർ. പക്ഷെ 1ന്റെ 2 കൂട്ടുമ്പോൾ 3, 3ന്റെ 2 കൂട്ടുമ്പോൾ 5, 5ന്റെ 2 കൂട്ടുമ്പോൾ 7, 7ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 9, 9ന്റെ 2 കൂട്ടുമ്പോൾ 11 കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ. ഇത് കാര്യമൊന്നുമില്ല, പടയെന്നുള്ള ആൻസർ ആണ്. ഓക്കെ ആണല്ലോ. യെസ്, സവിത ഒരു വരിയിൽ മുന്നിൽ നിന്ന് 25-മതും പിറകിൽ നിന്ന് 25-മതും ആയി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? മനസ്സിലായോ? ഒരു സവിത ഒരു വരിയിൽ മുന്നിൽ നിന്നും 25, പിന്നിൽ നിന്ന്. അപ്പൊ മുന്നിൽ നിന്ന് 25-മത് നിൽക്കുന്ന വ്യക്തി സവിതയാണ്. പിന്നിൽ നിന്ന് 25-മത് നിൽക്കുന്ന വ്യക്തിയും സവിതയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, മുന്നിൽ നിന്നും 25-മത്, പിന്നിൽ നിന്നും 25-മത്. ഓക്കെ ആണ്. ആപ്ലിക്കേഷൻസിനകത്തൊക്കെ ഇതൊക്കെ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? സെയിം ക്വസ്റ്റ്യൻ. മുന്നിൽ നിന്നും 25, പിന്നിൽ നിന്ന് 25. നമ്മൾ എന്ത് ചെയ്യണം? 2 കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. ഇതേ ഉള്ളൂ. 2 മുന്നിൽ നിന്ന് 25-മത് നിൽക്കുന്ന വ്യക്തിയും സവിതയാ, പിന്നിൽ നിന്ന് 25-മത് നിൽക്കുന്ന വ്യക്തിയും സവിതയാ. പക്ഷെ ആ വരിയിൽ ആകെപ്പാട് ഒരു സവിതയേ ഉള്ളൂ. 25-മത്തെ ആളായിട്ട് നമ്മൾ സവിതയെ എടുത്തേക്കുന്നത്. അടുത്ത 25-മത്തെ ആളാണ് സവിത എടുത്തത്. നമുക്ക് 2 സവിതയുടെ ആവശ്യമില്ല. 2 പ്രാവശ്യം സവിതയെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു സവിത നമ്മൾ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുക. അപ്പൊ എന്താണ്? അപ്പൊ 25 അതാണ് 1 കുറച്ചേക്കുന്നത്. 25 50 50 മൈനസ് 1 സമയത്തിലിട്ടോടോ 49. ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 49 പേരാണുള്ളത്. ആ വരിയിൽ ആകെ 49 പേരാണുള്ളത്. നേരത്തെ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മുടെ ആൻസർ ഓക്കെ 49 പേരാണ്. ഇനി അതല്ല, ഇത് മറ്റേ രീതി ചെയ്യണമെങ്കിൽ ഒരു വരിയിൽ സവിത മുന്നിൽ നിന്ന് 25-മതാണെങ്കിൽ സവിതയുടെ മുന്നിൽ 24 പേരുണ്ട്. മുന്നിൽ 24 ഉണ്ട്. 25-മതായി മുന്നിൽ നിന്ന് 25-മതാണെന്ന് വെച്ചാൽ മുന്നിൽ 24 പേരുണ്ട്. പിന്നിൽ നിന്ന് 25-മത്, പിന്നിൽ നിന്ന് 25-ആണെങ്കിൽ സവിതയുടെ പിന്നിലും 24 പേരുണ്ട്. അപ്പൊ ഞാൻ ഇരിക്കുന്നത്, ഞാൻ മുന്നിൽ നിന്ന് 25-ആണെങ്കിൽ എന്റെ മുന്നിൽ 24 വരണം. പിന്നിൽ നിന്ന് 25-ആണെങ്കിൽ എന്റെ പിന്നിൽ 24 പേരാണ്. അപ്പൊ മുന്നിൽ 24 പേരുണ്ട്, പിന്നിൽ 24 പേരുണ്ട്, പിന്നെ സവിതയുണ്ട്. മനസ്സിലായോ? ഓക്കെ, സവിത എന്ന് വെച്ചാൽ ഒരാളാ. കൂട്ടുക, എല്ലായിടവും കൂട്ടിച്ചാൽ മതി. മുന്നിൽ 24, പിന്നെ 24, പിന്നെ സവിത. 24 48 1 49. ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? 49 പേരാണ് ഉള്ളത്. 49 പേര്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തീർന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്.
അപ്പൊ നമ്മൾ ഇത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിട്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ വരാം. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അതിൽ ആപ്ലിക്കേഷൻസിനകത്ത് എല്ലാ ക്ലാസ്സിനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ആപ്പ് പർച്ചേസ് ചെയ്ത കുട്ടികൾക്കറിയാം നമ്മുടെ ക്ലാസ്സുകൾ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവരോട് അന്വേഷിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ തുച്ഛമായ റേറ്റിൽ കിട്ടുന്ന അടിപൊളി ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല വിഷ്വൽ ക്വാളിറ്റി പ്ലസ് നല്ല കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.